കുമളിയിലെ CPM പ്രവർത്തകരുടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ജോബിൻ ചാക്കോയെ ഡീൻ കുര്യാക്കോസ് MPയും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും സന്ദർശിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയ അമരാവതി സ്വദേശി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ ജോബിൻ ചാക്കോയെ വാഹനത്തിലെത്തിയ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ജോബിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് തന്നെ മർദ്ദിച്ചതെന്ന് ജോബിൻ പോലീസിൽ മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. കൊലപാതക ശ്രമത്തിന് കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന ഓമനപ്പേരിൽ DYFIയുടെ ഗുണ്ടായുസത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ആ തലത്തിൽ ഇന്നിപ്പോൾ സർവത്ര ഗുണ്ടാ തേർവാഴ്ച, അക്രമം, കൊള്ളിവയ്പ് ഇതിനൊക്കെ CPMൻ്റെയും DYFIയുടെയും സഖാക്കന്മാർ നേതൃത്വം നൽകുമ്പോൾ അതിനെതിരായ ശക്തമായ പ്രതിഷേധം ജനപക്ഷത്തു നിന്നുകൊണ്ട് കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ ഹാജരാക്കിയില്ല എങ്കിൽ, ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ MPയ്ക്കൊപ്പം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും ജോബിനെ സന്ദർശിച്ചു. CPM നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതാണ് പ്രകോപനത്തിന് കാരണമായത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.